ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE സിലബസിൽ 9th ക്ലാസ്സിൽ മാത്സ് ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നോർമലി നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ്. അതായത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ബേസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ അറിയാവുന്നത്. ഇനി നമുക്ക് ഒരു ട്രയാങ്കിളുടെ 3 സൈഡ്സ് തന്നേക്കാണ്. ഒരു ട്രയാങ്കിളുടെ 3 സൈഡ്സ്, അതായത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ABC 3 സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C, where S is equal to A plus B plus C by 2. അതായത് പെരിമീറ്ററിൻ്റെ ഹാഫാണ് എന്താ എസ്. ഇതാണ് ഇക്വേഷൻ. A is equal to S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ whose sides are 122 centimeter, 22 centimeter and 120 centimeter. നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഫസ്റ്റ് എസ് കണ്ടുപിടിക്കണമല്ലോ. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. വേറെ എ ഇസ് ഈക്വൽ ടു ഇവിടെ എ എത്രയാണ്? എ ഇസ് ഈക്വൽ ടു 122 centimeter, B is equal to 22 centimeter and C is equal to 120 centimeter. ആഡ് ചെയ്യുമ്പോൾ 122 plus 22 plus 120 by 2 is equal to 264 by 2 is equal to 132. S is equal to 132 കിട്ടി. നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു 132 ഇൻറ്റു 132 മൈനസ് 122, 132 മൈനസ് 22 and 132 minus 120. That is equal to root of 132 into 132 minus 22. 132 minus 22 is equal to 10. 132 minus 22 is equal to 110. And 132 minus 120 is equal to 12. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ 11 into 12 ആണ്. 132 into 10 ഇൻറ്റു 110 എന്ന് പറഞ്ഞാൽ 11 into 10 ആണ് ഇൻറ്റു 12. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2 11 പകരം എത്ര 11 വരും? പുറത്ത് 1 11 വരും. 2 12 പകരം 1 12 വരും. 2 10 പകരം 1 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 into 12 into 10. 11 into 2 12, 132 into 10 0 is equal to 3 centimeter square. ഇതാണ് എന്ത്? ഏരിയ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ 2 sides of which are 18 centimeter and 10 centimeter and perimeter is 42 centimeter. അപ്പോൾ നമുക്ക് 3 സൈഡ് വേണം. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് എത്ര? 2 സൈഡും പെരിമീറ്ററുമാണ്. അപ്പോൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തേർഡ് സൈഡ് ഈസ് ഈക്വൽ ടു പെരിമീറ്ററിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? ബാക്കി 2 സൈഡ് കുറയ്ക്കണം. 42 minus 18 plus 10. That is 42 minus 28. 42 minus 28 is equal to 14 centimeter. തേർഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കും? എസ് കണ്ടുപിടിക്കും. എസ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ബൈ 2. 42 by 2. 42 by 2 is equal to 21 centimeter. 21 centimeter. Then Heron's formula വെച്ചിട്ട് Heron's formula S is equal to A is equal to എന്താണ്? root of S into S minus A into S minus B into
s minus c, that is equal to root of s is equal to 21 minus 18 into 21 minus 10 into 21 minus 21. 21 minus 14. That is equal to 21 into 21 minus 8 is equal to 18 is equal to 3. 21 minus 10 is equal to 11 and 21 minus 14 is equal to 7. That is equal to 21 split ചെയ്യുമ്പോൾ 7 into 3 ആണ് 21 into 3 into 11 into 7. Then 2 7 പകരം ഒരു 7, 2 3ക്ക് പകരം ഒരു 3. That is equal to 7 into 3 root 11. That is equal to 21 root 11 centimeter square area. Next question. Sides of a triangle are in the ratio 12 is to 17 is to 25 and its perimeter is 540 centimeter. Find its area. ഫസ്റ്റ് നമുക്ക് റേഷ്യോയാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് എന്താവും? സൈഡ്സ് ബി 12x 17x ആൻഡ് 25x ആണല്ലോ. റേഷ്യോയിൽ തന്നിരുന്നാൽ നമ്മൾ എന്തെടുക്കും? കോമൺ റേഷ്യോ എടുത്തിട്ട് 12x 17x 25x. ദെൻ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? പെരിമീറ്റർ 540 ആണ്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 540. ദാറ്റ് ഈസ് 12x പ്ലസ് 17x പ്ലസ് 25x is equal to 540. That is 54. 12x plus 17x plus 25x is equal to 54x. That is equal to 540. Then x is equal to 540 by 54 is equal to 10 centimeter. x ന്റെ വാല്യൂ 10 വന്നു. എക്സിൻ്റെ വാല്യൂ 10 വന്നാൽ നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കാമല്ലോ. സൈഡ്സ് എങ്ങനെയാണ്? 12x ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ. ദെൻ 17x ഇസ് ഈക്വൽ ടു 17 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 170 സെൻറ്റിമീറ്റർ. ദെൻ 25x ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 250 സെൻറ്റിമീറ്റർ. സൈഡ്സ് കിട്ടി 120, 170 and 250. Sides കിട്ടി. A is equal to 120, B is equal to 170 and C is equal to 250. Therefore, S is equal to perimeter 540 by 2 ആണ് is equal to 270. 270 centimeters S. Then area is equal to root of 270 into 270 minus 120, 270 minus 170, 270 minus 250. That is equal to root of 270 into 120, 270 minus 120 is 150 into 270 minus 170 is 100. Then 270 minus 250 is 20. That is equal to 250 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം 27 into 10. Then 150 is equal to 50 into 10. 100 is equal to 10 into 10. 20 is equal to 2 into 10. And split ചെയ്താൽ 3 into 3 into 3 into 10. 15 split ചെയ്യുമ്പോൾ 3 into 5 into 10. Then 10 into 10 into 2 into 10. രണ്ട് ത്രീസിന് പകരം ഒരു 3. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. രണ്ട് ത്രീസിന് പകരം വീണ്ടും ഒരു 3. Then how many tens? 1, 2, 3, 4. 4 tens, 5 tens ഉണ്ട്. 4 tensന് പകരം 2 10 എടുക്കും. Then ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 5 into 2 എന്താവും? 10 ആവും. ആ 10ഉം ബാലൻസ് ഉള്ള 10ഉം കൂടെ ചേർത്ത് എന്താവും? ഒരു 10. അങ്ങനെ 3 into 3 is 9. 9 into 1000. 9 into 1000 is 9000 centimeter square.